എന്താണ് രക്ഷ? അല്ലെങ്കിൽ എന്തിനാണ് രക്ഷ? എവിടെ നിന്നാണ് രക്ഷ? എന്തിലേക്കാണ് രക്ഷ? ഒരു ഒറ്റ ലൈനിൽ പറയണമെന്നുണ്ടെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെലിവറൻസ്. ഓക്കെ, ഒരു റെസ്ക്യൂ പ്രോസസ് അല്ലേ? സോ ഇറ്റ്സ് എ ഡെലിവറൻസ് ഫ്രം വാട്ട്? ഫ്രം സിൻ. പാപത്തിൽ നിന്നുള്ള രക്ഷ, പാപത്തിൻ്റെ കോൺസിക്വൻസിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. പാപത്തിൽ നിന്നും രക്ഷ വേണം, പാപത്തിൻ്റെ കോൺസിക്വൻസിൽ നിന്നും രക്ഷ വേണം. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും ആരാണ് പാപികൾ? പാപത്തിൽ നിന്ന് രക്ഷ വേണമെന്നുണ്ടെങ്കിൽ പാപികൾ ആരാണെന്ന് അറിയണ്ടേ? അപ്പോൾ ആരാണ് പാപികൾ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അതും ഇനിയിപ്പോൾ വാക്യങ്ങളെടുത്ത് തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. റോമാലേഖനം നമുക്ക് ബേസായിട്ട് എടുക്കാം. റോമാലേഖനം 1 മുതൽ 7-ാം അധ്യായം വരെ വായിക്കുമ്പോഴത്തേക്ക് ആരാണ് പാപികൾ എന്നുള്ളതിനെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഞാൻ എൻ്റെ നട്ഷൽ പറയാം. പാപി എന്ന് പറയുന്നത്, ഒരാൾ പാപിയാകുന്നത് ന്യായപ്രമാണവും അയാളുടെ ജീവിതവും തമ്മിൽ ചേർത്ത് വെക്കുമ്പോഴാണ്. മോശ വഴി ദൈവം നൽകിയ ന്യായപ്രമാണം ഒരു വ്യക്തിയുടെ ജീവിതവുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതവുമായി അലൈൻഡായിട്ട് നോക്കുമ്പോൾ, ആ ന്യായപ്രമാണ സംബന്ധമായി ഈ ജീവിതത്തിനകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വ്യക്തിയെ പാപി എന്ന് ലേബൽ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത സംശയം, ആർക്കാണ് ന്യായപ്രമാണം കൊടുത്തത്? നമുക്കാണോ നൽകപ്പെട്ടത്? നമുക്ക് വേണ്ടിയായിരുന്നോ? ഒരിക്കലുമല്ല. ഈജിപ്തിൽ നിന്ന് കനാനിലേക്ക് പോകുമ്പോൾ ആ ഇസ്രായേൽ ജനങ്ങൾക്ക് കനാനിൽ ജീവിക്കാനായി നൽകപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനാണ്, നിയമാവലികളാണ് ന്യായപ്രമാണം. അതൊരിക്കലും നമുക്കല്ല, യഹൂദന് വേണ്ടി മാത്രമാണ്, ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, ന്യായപ്രമാണ സംബന്ധമായി ചെയ്ത പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ദേവാലയവും പൗരോഹിത്യവും യാഗങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥ മുഴുവൻ, ഈ വ്യവസ്ഥയാണ് ലോകം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം കണ്ടു. സോ ഈ ലോകം എന്ന് പറയുന്ന വ്യവസ്ഥ ഇസ്രായേൽ ജനങ്ങൾക്ക് മാത്രമാണ്. അപ്പോൾ ആർക്കാണ് രക്ഷ വേണ്ടത്? അത് ഇസ്രായേൽ ജനങ്ങൾക്കാണ്. എന്തിൽ നിന്നാണ് രക്ഷ വേണ്ടത്? ന്യായപ്രമാണ സംബന്ധമായി ഒരുവൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൻ്റെ പരിഹാരമാണ് രക്ഷ. അത് യേശുക്രിസ്തുവിന് മുമ്പ് ആര് ചെയ്തിരുന്നു? പൗരോഹിത്യം ആട്ടുകൊറ്റൻ്റെ രക്തത്താലും കാളക്കിടാവിൻ്റെ രക്തത്താലും കുറുപ്രാവിൻ്റെ രക്തത്താലും ആ കാലഘട്ടത്തിൽ അവർ ചെയ്തു പോന്നു. അപ്പോൾ ഓൾറെഡി രക്ഷാകര പദ്ധതി ദേവാലയവും യാഗങ്ങളുമുള്ള ആ ലോക വ്യവസ്ഥയ്ക്കകത്ത് നിറവേറി വന്നിരുന്നു. പക്ഷേ ആ വ്യവസ്ഥയെ മലിനപ്പെടുത്തിയപ്പോഴാണ് അതിനൊരു നീക്കുപോക്കിന് വേണ്ടി ജീസസ് വന്നത്.